എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ ആത്മാർത്ഥമായ ഖേദമുണ്ടെന്ന് മോഹൻലാൽ. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രവിരുദ്ധ ഭാഗങ്ങൾ നീക്കിയ എമ്പുരാന്റെ പുതിയ പതിപ്പ് നാളെ മുതൽ പ്രദർശനത്തിന്. 17-ലധികം ഭാഗങ്ങളും സംഭാഷണങ്ങളുമാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയത്. സിനിമയ്ക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയർന്നതോടെയാണ് റീസെൻസറിംഗ് നടത്തിയത്. Because the enemy of an enemy is a friend. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലിറങ്ങിയ എമ്പുരാനിൽ നിന്നും 17-ലധികം സീനുകളാണ് റീസെൻസറിംഗിലൂടെ ഒഴിവാക്കിയത്. രാഷ്ട്രവിരുദ്ധതയും ചരിത്രത്തിന്റെ അപനിർമ്മിതിയും വ്യക്തമായ ഭാഗങ്ങൾ ഒഴിവാക്കിയെന്നാണ് സെൻസർ ബോർഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ചില വിവാദ പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിലെ പ്രതിനായക കഥാപാത്രത്തിന്റെ പേര് മാറ്റുമെന്നാണ് വിവരം. വിവാദ ഭാഗങ്ങൾക്കൊപ്പം സ്ത്രീകൾക്കെതിരായ അതിക്രമ ദൃശ്യങ്ങളും ഒഴിവാക്കിയതിലുണ്ട്. ദേശീയ പതാകയെ അപമാനിക്കുന്നതടക്കമുള്ള സീനുകൾ ആദ്യ സെൻസറിംഗിൽ തന്നെ ഒഴിവാക്കിയിരുന്നു. എമ്പുരാനിലെ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ടയ്ക്കെതിരെ വിമർശനം രൂക്ഷമാകുന്നതിനിടയിലാണ് സെൻസർ ബോർഡ് റീസെൻസറിംഗ് നടത്തിയത്. ദേശീയ വാരിക ഓർഗനൈസർ അടക്കം ചിത്രത്തിനെതിരെ വലിയ വിമർശനം ഉയർത്തിയിരുന്നു. പ്രജ്ഞ പ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ, RSS ദേശീയ നേതാവ് A ജയകുമാർ തുടങ്ങിയവർ സിനിമയിലെ രാഷ്ട്രീയ അജണ്ടയ്ക്കെതിരെ രംഗത്തു വന്നു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി K ഗണേഷ് പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ജനം, തിരുവനന്തപുരം.